ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങളുടെ പകുതി ആൾക്കാർ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊരു ആപ്പ് ഓപ്പൺ ചെയ്താൽ പകുതി ആൾക്കാരും ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മേളിലത്തെ ആരോ ഞെക്കിയിട്ടായിരിക്കും. പക്ഷേ നമുക്ക് കുറേ ഗെസ്റ്റേഴ്സ് നമ്മുടെ ഈ ട്രാക്ക് പാഡിൽ തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഒരു ആപ്പ് ഓപ്പൺ ചെയ്തു. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ 3 വിരൽ ഉപയോഗിച്ച് താഴത്തോട്ട് വലിക്കുകയാണെങ്കിൽ നമുക്ക് നേരെ പെട്ടെന്ന് ഹോം സ്ക്രീനിലേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ 3 വിരലും വെച്ച് നമുക്കിങ്ങനെ ജസ്റ്റ് തൊട്ടാൽ നമ്മുടെ റീസെൻറ്റ് ആപ്സ് എന്നിട്ട് ഇങ്ങനെ നീക്കുവാണെങ്കിൽ റീസെൻറ്റ് ആപ്പിൽ ഇങ്ങനെ പോകാൻ പറ്റും. ഇപ്പോൾ ഞാൻ പെട്ടെന്നൊരു ആപ്പ് മാറ്റണമെങ്കിൽ ഇങ്ങനെ നീക്കിയാൽ മതി. ഇപ്പോൾ വേറെ ആപ്പ് എടുക്കണമെങ്കിൽ റീസെൻ്റ് ആയിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. അതുപോലെ തന്നെ 3 വിരലും വെച്ച് താഴത്തോട്ട് വെച്ചാൽ പെട്ടെന്ന് ഹോം സ്ക്രീനിൽ പോകാൻ പറ്റും. 4 വിരലും വെച്ച് ട്രാക്ക് പാഡിൽ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങോട്ട് വലിച്ചാൽ നമുക്ക് രണ്ടാമത്തെ ഡെസ്ക് ടോപ്പ് അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഡെസ്ക് ടോപ്പിലേക്ക് പോകാൻ പറ്റും. തിരിച്ച് വലിച്ചാൽ നമുക്ക് പഴയ പോലെ ആവാൻ പറ്റും. പിന്നെ 3 വിരലും വെച്ച് മേളിലോട്ട് വലിക്കുകയാണെങ്കിൽ നമ്മുടെ റീസെൻറ്റ് ടാബ് പോലെ 3 എണ്ണം കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ഇവിടെ ന്യൂ ഡെസ്ക് ടോപ്പ് ആഡ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഇത് പകുതി പേർക്കും അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാവുന്നതായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്തോ, അറിയത്തില്ലായിരുന്നാണെങ്കിൽ കമൻറ്റ് ചെയ്തോ. ഇതേപോലത്തെ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്തോ. അടുത്ത വീഡിയോ കാണാം. ബൈ.